നമ്മളിന്ന് വിൽനിസിൽ നിന്നും ട്രക്കായിലേക്കൊരു ട്രിപ്പ് പോവാണ്. ട്രെയിനിലാണ് പോകുന്നത്. പോകുന്ന റൂട്ട് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. രണ്ട് സൈഡിലും മരങ്ങളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ആസ്വദിച്ച് യാത്ര ചെയ്യായിരുന്നു. ഒരു ഹാഫ് ആൻ അവർ യാത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ട്രക്കായി ട്രെയിൻ സ്റ്റേഷനിലെത്തി. നമുക്ക് ഇറങ്ങേണ്ടി വന്നു. അങ്ങനെ ട്രക്കായി ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് ട്രക്കായി ഐലൻഡ് കാസ്റ്റലിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗാൽവേ ലേക്കിൻ്റെ സൈഡിൽ കൂടിയാണ് കേട്ടോ നമ്മൾ ഈ നടക്കുന്നത്. കാണാൻ നല്ല രസമല്ലേ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു കാഴ്ച നമ്മുടെ കണ്ണിൽ പെട്ടത്. ഒരു കുഞ്ഞു വാട്ടർ ഡാൻസാണ്. വെയിലും കൂടെ ഉള്ളതുകൊണ്ട് ഒരു ചെറിയ മഴവില്ലും കൂടെ നമുക്ക് കാണാൻ കിട്ടി. കണ്ടോ, നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ. വാട്ടർ ഡാൻസിൻ്റെ ആ ഒരു ഭംഗി കണ്ടപ്പോൾ കുറച്ച് നേരം എന്നാൽ അവിടെ ഒന്ന് പോയിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ പോയിരുന്നതിന് ശേഷമാണ് പിന്നീട് നടക്കാൻ തുടങ്ങിയത്. പോകുന്ന വഴി കണ്ടോ, നിറയെ ഫ്ലവേഴ്സ് അല്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ ഈ ഫ്ലവേഴ്സ്. അങ്ങനെ നമ്മൾ ട്രക്കായിയുടെ ആ ഒരു ഹേർട്ട് അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർസെക്ഷനിൽ നമ്മളെത്തി. നടന്നെത്തി. നമ്മൾ ഈ കാണുന്നത് സെയിൻറ്റ് ജോൺ നെപ്പോമക്സ് ചാപ്പലിൻ്റെ പില്ലറാണ് കേട്ടോ. ഗാൽവേ ലേക്കിൻ്റെ നടുവിൽ കൂടെ ട്രക്കായി ഐലൻഡ് കാസ്റ്റലിലേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പാലമാണിത്. ഇതുപോലെ ഒരു പാലം കൂടെ ക്രോസ് ചെയ്താലാണ് നമുക്ക് ട്രക്കായി ഐലൻഡ് കാസ്റ്റലിലേക്ക് എത്താൻ പറ്റുള്ളൂ. ആദ്യത്തെ പാലം നമ്മൾ ക്രോസ് ചെയ്ത് അവിടെ നിന്ന് നടന്നിറങ്ങി അടുത്ത പാലത്തിലേക്ക് പോകുന്ന വഴിയാണിത്. അടുത്ത പാലത്തിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അടുത്ത പാലം. ഈ പാലം ക്രോസ് ചെയ്തിട്ട് മുന്നിൽ കാണുന്നതാണ് ഫോർട്ട്. ശരിക്കും ഈ ഒരു ഫോർട്ട് ട്രക്കായി ഹിസ്റ്ററി മ്യൂസിയം എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഇവിടെ ആർക്കിയോളജിക്കൽ ഓബ്ജക്ട്സ്, കോയിൻസ്, ക്രാഫ്റ്റ്സ് ഇതൊക്കെയാണ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. എല്ലാ മാസത്തെയും അവസാനത്തെ സൺഡേ ഇവിടെ എൻട്രൻസ് ഫ്രീ ആണ് കേട്ടോ. അതേപോലെ അല്ലാത്ത ദിവസങ്ങളിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 10 യൂറോ ആണ് ഒരാൾക്ക് എൻട്രൻസ് ഫീ ആയിട്ട് ഇവിടെ ചാർജ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറി മ്യൂസിയം കാണാൻ. പക്ഷെ അത്ര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഒന്നും ഞാൻ കണ്ടില്ല. പക്ഷെ കൊള്ളാം, ഒരു തവണ ഒന്ന് വന്ന് കണ്ടു പോകുന്നതിന് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. ഇവരുടെ ഈ മെഴുകു പ്രതിമ കണ്ടോ, എന്താ ഒറിജിനാലിറ്റി അല്ലേ. അങ്ങനെ ഈ മ്യൂസിയത്തിൻ്റെ ഇടനാഴികളിൽ കൂടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനോ വേണ്ടി നടക്കുകയാണ്. അവിടെ എന്തെങ്കിലും ഉണ്ടാവുമോ, ഇവിടെ എക്സൈറ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ വിചാരിച്ച് വളരെ പ്രതീക്ഷയോടു കൂടിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നീട് കണ്ട കാഴ്ചകൾ ഇതൊക്കെയായിരുന്നു. ഇവിടുത്തെ കിങ് പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന പല സാധനങ്ങളും ഒക്കെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതൊക്കെയാണിത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടെ ഈ ഫോർട്ടിൻ്റെ ഉള്ളിൽ കാണാനുള്ളൂ. പക്ഷേ ഈ ഫോർട്ടിൻ്റെ പുറത്ത് ഈ ലേക്കിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാൻ. ഈ നടക്കുന്ന താറാവും കുട്ടനെ പിടിക്കാനായിട്ട് ഇപ്പോൾ ഒരു കുഞ്ഞു പട്ടിക്കുട്ടൻ വരും. നല്ല രസമാണ് ആളെ കാണാൻ.
ആള് പതിയെ യശോദ എന്ന് പറഞ്ഞ് വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. പക്ഷെ തറവ് പറ്റിച്ച് കളഞ്ഞു. ആളങ്ങോട്ട് നീന്തിപ്പോയി. ഇവൻ അധികം നീന്താനും പറ്റിയില്ല. പിന്നെ ഫൈനലി ആശാൻ തിരിച്ച് കയറി പോന്നു. ഈ ലേക്കിൽ കൂടെ എപ്പോഴും കുറേ ബോട്ടുകൾ പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ ട്രക്കായിൽ നിന്ന് വന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെ കൊണ്ടുള്ള ആ ഒരു ബോട്ടുണ്ട്. അല്ലാത്ത കണ്ടോ പായ്ക്കപ്പലൊക്കെ പോലൊരു അങ്ങനെ ഒരു ടൈപ്പ് ആ ഒരു ബോട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും ലേക്കും ലേക്കിന് ചുറ്റുമുള്ള കാഴ്ചകളും എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടമായി. പിന്നീട് നമ്മൾ ഫോർട്ടിൻ്റെ ആ ഭാഗത്തു നിന്ന് പതിയെ ഒരു ഷോപ്പിംഗ് ഏരിയ ഉണ്ട്, അവിടേക്കൊന്ന് നടന്ന് നീങ്ങി. അവിടെ സൈഡിൽ കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ട്രക്കായി എന്നൊക്കെ എഴുതിയിട്ടുള്ള ഫ്രിഡ്ജ് മാഗ്നറ്റ്സും അങ്ങനെ ഒരു കുഞ്ഞു ഷോപ്പിംഗ് ഏരിയ ആയിരുന്നു. പിന്നെ കുറച്ച് റെസ്റ്റോറൻറ്റ്സും എല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മുടെ മ്യൂസിയം കാണാൻ അടിപൊളിയല്ലേ. ആ ഒരു ക്ലിയർ ആയിട്ടുള്ള വെള്ളവും നല്ല രസമുണ്ട്. അപ്പോൾ ആ ഒരു വ്യൂ ഒന്ന് ആസ്വദിച്ചിട്ട് വന്ന വഴിയെ നമ്മൾ തിരിച്ച് ട്രക്കായി ട്രെയിൻ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് വില്യസിലേക്ക് ട്രെയിൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി ആ ഒരു വാട്ടർ ഡാൻസിൻ്റെ ഭംഗി ഒന്ന് ആസ്വദിക്കാം എന്ന് വിചാരിച്ച് ഇവിടേക്ക് വന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ട്രെയിൻ പിടിച്ച് നമ്മൾ വില്യസിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.